പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ എത്തിച്ചതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റിൻസി. ഞാൻ UK നിന്നാണ് വരുന്നത്. നാട്ടിൽ അങ്കമാലി കോടിശ്ശേരി ഇടവകാംഗമാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് 2019 ഒരു റീൽസ് കണ്ടാണ് കൃപാസനം എന്താണെന്ന്, അല്ലെങ്കിൽ ജോസഫച്ചൻ ആരാണെന്നുള്ള ആ ഒരു അറിവിലേക്ക് വന്നത്. ആ സമയത്ത് ബാഡായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള റീൽസാണ് കണ്ടതെങ്കിലും ഏതോ ഒരു ഉൾപ്രേരണ മൂലം ഞാൻ ജോസഫച്ചൻ്റെ പേരടിച്ചു കൊടുത്ത് യൂട്യൂബിൽ എല്ലാം നോക്കി. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെയെല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം 1 by 1 ധ്യാനങ്ങൾ അങ്ങനെ കൂടാൻ തുടങ്ങി 2019 മുതൽ തന്നെ. അതിനുശേഷം ആ സമയങ്ങളിലൊന്നും തന്നെ ഈ പുണ്യമായ സ്ഥലത്ത് വരുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് അമ്മ മാതാവും ഈശോയും കൂടി ചെയ്തു തന്നു. UK ഒരു ഭവനം വാങ്ങുവാനും അതുപോലെ നാട്ടിലൊരു ഭവനം പണിയുവാനും അത്ര നാളുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് മാതാവ് അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. നാട്ടിലൊരു ഭവനം പണിയുന്നതിനുള്ള തടസ്സങ്ങളും എല്ലാം ആ ഉടമ്പടി വസ്തുക്കൾ വഴി ഞങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി വിത്തിൻ 1 year ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭവനം പണിയുവാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോ അതിന് സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നു. അങ്ങനെ ഇരിക്കെ 2019 ഞാൻ അറിഞ്ഞിട്ടും 2024 വരെ ഈ പുണ്യഭൂമിയിൽ ചവിട്ടാനായിട്ട് എനിക്ക് സാഹചര്യം ഒത്തുവന്നില്ല. അതിനിടയിൽ 2-3 വട്ടം ഞാൻ നാട്ടിൽ വന്നു പോയി. അപ്പോഴൊന്നും സാഹചര്യങ്ങൾ അനുവദിച്ചില്ല എന്നതിലുപരി ഞാൻ അതിന് തുനിഞ്ഞില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ 2024 മാതാവ് എനിക്ക് ചെറിയ രീതിയിൽ ഒരു അറിവ് തന്നു. അതായത് ഇത്രയും നാളായിട്ടും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിട്ടും നീ എൻ്റെ അടുത്ത് വരാതെ നീ എപ്പോഴും എന്നെ കാണാതെ പോകുന്നു എന്നുള്ളതിന് അതെനിക്ക് മനസ്സിലാക്കാൻ തക്ക വിധം 2024 സെപ്റ്റംബർ മുതൽ ചെറിയൊരു വയറുവേദനയും ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് ആരംഭിച്ചു. അപ്പോൾ എപ്പോഴും എനിക്ക് ഗൈനി പ്രോബ്ലംസ് ഉള്ളതിനാൽ ഞാൻ അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഓരോ ദിവസവും വേദനകൾ കൂടി, ബുദ്ധിമുട്ടുകൾ കൂടി, സഹിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടായി, ബ്ലീഡിങ് കൂടി. അപ്പോൾ ഗൈനി പ്രോബ്ലം അല്ല എന്ന് മനസ്സിലാക്കി അവിടെ UK തന്നെ ഞാൻ GP കൊണ്ട് കാണിച്ചു. അവിടെ കൊണ്ട് കാണിച്ചെങ്കിലും അവർ അത് പൈൽസാണ്, ഹെമറോയിഡാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളി നീക്കി വിട്ടു. പക്ഷേ പ്രത്യക്ഷത്തിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിലും എൻ്റെ വെയിറ്റ് 2-3 monthsനുള്ളിൽ തന്നെ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആസ് എ നേഴ്സ് ഞാൻ എന്തോ ഉള്ളിൽ എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് ഒരു ചെറിയൊരു ഭയം കടന്നുകൂടി. ഞാൻ വീണ്ടും അമ്മയെ പിടിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊന്നും വരുത്തരുതേ, എനിക്ക് 3 മക്കളുണ്ട്, അവരെ നോക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് വേണം. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം കടന്നുകൂടിയെങ്കിലും നല്ല വിശ്വാസത്തോടും നല്ല ധൈര്യത്തോടും കൂടി തന്നെ 2025 മെയ് മാസം ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഫസ്റ്റ് തന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, റിൻസിയുടെ സീക്കൽ കോളോണിൽ 12 പോളിപ്സ് ഉണ്ട്. ആ പോളിപ്സ് എല്ലാം 1 centimeter മോറാണ്. വയസ്സ് 39 ആയിട്ടുള്ളെങ്കിലും അത് ലേറ്റർ ഓൺ ഒരു CAയിലേക്കാണ് പോകുന്നത്. അപ്പം തന്നെ ഞാൻ എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം മാതാവിൻ്റെ ഒറ്റൊരു പ്രേരണ കൊണ്ടാണ് ഞാൻ ആ മെയ് മാസം നാട്ടിൽ വരുവാനും ആ പോളിപ്സ് എല്ലാം എടുത്തു മാറ്റി കൊളോണോസ്കോപ്പി ചെയ്ത് അത് കഴിഞ്ഞ് കോട്ടറൈസേഷൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകാനായിട്ട് സാഹചര്യം ഒത്തുവന്നത്. പക്ഷെ ഞാൻ ആ സമയത്തും മാതാവിനെ കാണാതെ പോയി കഴിഞ്ഞാൽ അതെനിക്ക്
സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. 12-ാം തീയതി വരെ ഹോസ്പിറ്റലിൽ 1-ാം തീയതി മെയ് 1-ന് വന്ന് 12 വരെ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി. ഓരോ റിസൾട്ടും ഓരോ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞു. 12-ാം തീയതിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു 3 മാസത്തേക്ക് മരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞ് എല്ലാ ഇയറിലും കൊളോണോസ്കോപ്പി റിവ്യൂ ചെയ്ത് എടുക്കണം. കാരണം അത് CAയ്ക്കുള്ള ഒരു ഫസ്റ്റ് സൈനായിരുന്നു. അത് നമുക്ക് ഇനിയും വരാം, അതുകൊണ്ട് എല്ലാ വർഷവും വന്ന് കൊളോണോസ്കോപ്പി ചെയ്യണമെന്നും പറഞ്ഞു. ഞാൻ ശരി വെച്ചു. 12-ാം തീയതി ഞാൻ ഇവിടെ വന്നു. 14-ാം തീയതി മോർണിംഗ് ഫ്ലൈറ്റ് എനിക്ക് പോവേണ്ടതാ. 12-ാം തീയതി ഇവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു, ഒരു അസുഖവും വരാതെ ഇത്രയും നാളും എന്നെ സംരക്ഷിച്ചതിന്. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു പോയി. അതായിരുന്നു ഈ പുണ്യഭൂമിയിൽ വരുവാനുണ്ടായ സാഹചര്യം. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ ഞാൻ എഴുതി പോയി. എൻ്റെ ഏറ്റവും ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായ ഒരു നിയോഗമാണ് എൻ്റെ മകൻ. ഇത് 3-ാമത്തെ മകനാണ്. ഇവൻ ജനിച്ച അന്ന് മുതൽ ഇവന് എക്സിമ എന്നൊരു രോഗം. അത് UK-ൽ അത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ആരും അതിനത്ര വലിയ ശിഷ്യമൊന്നും കൊടുക്കില്ല. വലിയ ഇമ്പോർട്ടൻസ് എക്സിമയല്ലേ അങ്ങനെ പറയാറുള്ളൂ സാധാരണ. പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവന് എക്സിമ പ്ലസ് ഡസ്റ്റ് അലർജി ഉണ്ട്. 100% സെൻസിറ്റീവ് ആയിരുന്നു ഇവൻ. അപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഒരു മെയ് മാസം തുടങ്ങിയൊക്കെ സമ്മർ ടൈം വന്നാൽ അത് പോളൻ അലർജി ആവും. അപ്പോൾ ആ പോളൻസ് ഡസ്റ്റ് അത് അവൻ അലർജി. നമ്മൾ വിൻ്ററിലാണെങ്കിൽ വേറെ പൊടിയൊന്നും ഇല്ലല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കാർപ്പറ്റിൽ നിന്നുള്ള പൊടി അലർജി. എപ്പോഴും ചൊറിഞ്ഞ് മേല് മുഴുവൻ പൊട്ടി. തലയിലൊന്നും ഇതുപോലെ മുടി വളർത്താനൊന്നും ഇവന് സാധിക്കാറില്ല. ജനിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എപ്പോഴും എല്ലാവരും ഇവനെ കാണുന്നത് ബോർഡ് ഹെഡായിട്ടാണ്, മുട്ടയടിച്ച് വെക്കാറ്. കാരണം മുടി കുറച്ച് വന്നു കഴിയുമ്പോഴേക്കും അത് മാന്തി പൊട്ടിച്ച് എനിക്ക് തന്നെ സഹിക്കാൻ പാടില്ലാത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവരെങ്ങനെ സഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എവ്രി വീക്ക് ഈ മുടി വരുന്നത് അവനെ വെട്ടിക്കളയുമായിരുന്നു. കൊച്ചങ്ങനെ നല്ല ഫ്രസ്ട്രേഷനായി തുടങ്ങി. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ തലയിലിട്ട് കുട്ടി പറയും ബോർഡ് ഹെഡ്. കൊച്ചിനെ കളിയാക്കി വരുമ്പോൾ വൈകുന്നേരം വരുമ്പം ആ വേദന കാണണം. അതുപോലെ കുളിപ്പിക്കാനായിട്ട് ഉടുപ്പ് ഊരുമ്പോൾ സഹിക്കില്ല. മേല് മുഴുവൻ അവൻ ചൊറിഞ്ഞു പൊട്ടി ചോരയും ജലവും കൂടി വന്ന് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണ രീതിയിൽ എനിക്കത് ഊരിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്നും കുളിപ്പിക്കും എൻ്റെ മനസ്സും മടുത്തു തുടങ്ങിയായിരുന്നു ഈ 8 വർഷം കൊണ്ട്. അപ്പോൾ ഇവനും കരയും ഞാനും കരയും. കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന ഓരോ അവസ്ഥകളും ഓരോ ദിവസങ്ങളും ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയർ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതിപ്പോയി. 14-ാം തീയതി ഈവനിങ് ഞാൻ അവിടെ ചെല്ലുമ്പം ഓൾറെഡി ഇവൻ്റെ തലയിലൊന്നും മുടിയില്ല. പപ്പ ഓൾറെഡി മുട്ടയടിച്ച് വെച്ചിരിക്കുക. പക്ഷേ സ്റ്റില്ല് പൊട്ടി ഒലിച്ചു വരുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. ഞാനത് ചെന്നപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഇവന് ഞാൻ തൈലം പുരട്ടി. മാതാവിൻ്റെ ഉപ്പ് 7 ദിവസത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന കുഞ്ഞ് ഇവനെ നീ കാത്തോളണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 7 ദിവസം വെള്ളത്തിൽ ഉപ്പ് കലക്കി അവൻ്റെ മേത്തും തലയിലും ഒക്കെ കുളിപ്പിക്കാൻ നേരത്ത് ചെയ്തു. ഞാൻ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം ക്രീമും കാര്യങ്ങളും സ്റ്റിറോയിഡ് ക്രീമും എല്ലാം ഇവന് ഞാൻ ചെയ്തും കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഉടമ്പടി എടുത്തതിൽ പിന്നെ വളരെ റെയറായിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പ്ലസ് ഞാൻ ഇവന് ക്രീം ഇടിക്കുന്നത് ചിലപ്പോൾ ദിവസത്തിൽ 1 പ്രാവശ്യം, അല്ലെങ്കിൽ ഇവൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ബോധർ ചെയ്യാറില്ല. കാരണം എനിക്കറിയാം എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടി ഇത് അവനിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് എന്ന്. ഇപ്പോൾ അവൻ്റെ മേത്ത് അങ്ങനെ ഒരു ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുന്ന ഒരു ബുദ്ധിമുട്ടും അവനില്ല. ചൂട് കൂടുമ്പോൾ ചെറിയൊരു ഇച്ചിങ് ഉണ്ട് എന്നല്ലാതെ ഒരു ചൊറിഞ്ഞ് പൊട്ടി തലയിൽ മുടി എനിക്ക് ബോർഡ് ഹെഡാക്കേണ്ട ആവശ്യമില്ല. അവന് മുടി വളർത്താനും ഇപ്പം എൻ്റെ മകൻ ഒത്തിരി സന്തോഷവാനാണ്. കാരണം ക്ലാസ്സിൽ ആരും കളിയാക്കില്ല, ആരും തലയിൽ വന്ന് അടിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും എന്നോട് പറയും, എനിക്ക് മാതാവ് തന്നതാണ് ഈ മുടിയും
കാര്യങ്ങളും എനിക്ക് ഈശോയുടെ അടുത്ത് വന്ന് നന്ദി പറയണം. അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് നന്ദി പറയണം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവൻ പറഞ്ഞു ഞാനും വരുന്നു മമ്മി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവനെയും കൂട്ടി രാവിലെ ഞങ്ങൾ 4:30 വീട്ടിൽ നിന്ന് പോന്നു. ഇവൻ ഏറ്റവും സന്തോഷവാനായിട്ട് കാണുന്ന ഈ ഒരു വർഷക്കാലം എനിക്ക് അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞാലും തീരില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇത്രയും സുഖം സൗഖ്യം ഇവന് നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ കാര്യമായിരുന്നു UK ഡ്രൈവിംഗ് ലൈസൻസ്. ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഡ്രൈവിംഗ് തിയറി എക്സാം എഴുതി. പാസ്സാവാനായി സാധിച്ചില്ല. വന്ന് നിൽക്കും 41 വരെ. ഔട്ട് ഓഫ് 43 വേണം, 41 വരെ കിട്ടും. ഒരിക്കലും എനിക്ക് അതിന് മീതെ കിട്ടിയിട്ടില്ല. ഈവൻ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് മെയ് 12 2025 മെയ് 12 ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പോയതിൽ പിന്നെ എഴുതിയ എക്സാം 46 ഔട്ട് ഓഫ് 50 ആയിരുന്നു എൻ്റെ തിയറി എക്സാം. എനിക്ക് പാസ്സാവാനായിട്ട് അമ്മ മാതാവും ഈശോയും തന്ന മാർക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും അതിന് മതിയാവില്ല. അതുപോലെ ഞാൻ പിന്നെയും റിക്വസ്റ്റ് ചെയ്തത് മൂന്നാമത്തെ കാര്യമായിരുന്നു പ്രാക്ടിക്കൽ ടെസ്റ്റ്. എല്ലാവരും പറയും റിൻസിക്ക് നല്ല ധൈര്യമാണ്, റിൻസി എന്തിനേയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിൽ ചങ്കിടിപ്പ് അതെനിക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ വെച്ച നിയോഗം അങ്ങനെയായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു 2, 3, 4 പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് UK ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് വേണ്ട, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീ തരും എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് വേണ്ടൂ. അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് കരുത്തേകി, 1 പ്രാവശ്യം എഴുതിയാലൊന്നും കിട്ടില്ല റിൻസി, സാരമില്ല കേട്ടോ, പോയാലും നീ പേടിക്കണ്ട, വേഗം അടുത്ത നെക്സ്റ്റ് ഡേറ്റ് എടുത്താൽ മതി എന്ന്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വേറെ ഡേറ്റ് ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ UK ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടി. അതിന് മാതാവിനും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഡ്രൈവിങ്ങിന് എൻ്റെ എക്സാമിനർ എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് നിൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഐ വിൽ പാസ്. അപ്പോൾ അയാൾ എന്നെ ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. എന്നോ വൈ ഡിഡ് യു സേ ദാറ്റ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ മദർ മേരി. ഞാൻ ഈ കൊന്തയിൽ ഇട്ട ഈ രൂപം കാണിച്ചു കൊടുത്തപ്പം പറഞ്ഞു യു ആർ റിയലി റിലീജിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി എൻ്റെ ജീവിതത്തിൽ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക്. പിന്നെ അതുകൂടാതെ കുടുംബ സമാധാനം. UK പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് നമ്മളെ ബോധർ ചെയ്യും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു വർഷക്കാലം എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം എനിക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഇത്രയും നാളും എനിക്കത് കിട്ടിയിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ മാതാവ്, എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉള്ളപ്പോൾ അതെനിക്ക് ലഭ്യമാണ് എന്ന് ഈ ഒരു വർഷം എനിക്ക് തന്നെ ബോധ്യമായി. നിയോഗം വയ്ക്കാത്ത കാര്യമായിരുന്നു അത്. 2026 ഏപ്രിൽ 21 അച്ഛൻ ഇവിടെ 5:30 പ്രയറിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ദുരിതങ്ങൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ അതിനെല്ലാം പ്രതിവിധി ഉണ്ടാക്കും എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഡെയിലി ബ്രെഡിൽ. അപ്പോൾ ഞാൻ രാവിലെ അത് കേട്ടു. ഞാൻ നൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പോയി കിടന്നുറങ്ങി. 2:30-3 മണിക്ക് ഇവരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോകണം. എനിക്ക് കറക്റ്റ് 2:25 ആയപ്പം മാതാവ് തന്നെ എന്നെ തൊട്ടുണർത്തി. ഞാൻ താഴെ വന്ന് 2:30 പ്രെയർ ചൊല്ലി തീരുന്നതിന് മുമ്പ് എനിക്കൊരു കോള് വന്നു സ്കൂളിൽ നിന്ന്. റിൻസി, എൻ്റെ രണ്ടാമത്തെ മകൻ്റെ പേര് ആൽഫ്രഡ് എന്നാണ്. ആൽഫ്രഡ് ഹാസ് സം ഇഷ്യൂസ്. സോ we already sent an
safeguarding against you. That was a really shocking thing. എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താണ് അവർ സേഫ് ഗാർഡിങ് എന്നുള്ളത് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്തൊരു സമയവും. ഞാൻ ആകെ ആ കോൾ അങ്ങനെ കട്ടായി. പക്ഷേ എനിക്ക് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അവർ വിളിച്ചപ്പോൾ പറഞ്ഞു ചൈൽഡ് കെയർ, അതായത് ചൈൽഡ് സർവീസസിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യും, സേഫ് ഗാർഡിങ് ടീം കോണ്ടാക്റ്റ് ചെയ്യും എന്നും പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ എന്നാലും മാതാവിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊന്നും അറിയില്ല, നീ ഇതെന്ത് ഭാവിച്ചാ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേറൊരു കോള് ചിൽഡ്രൻ സർവീസസിൽ നിന്ന് തന്നെ കോള് വരുവാണ്. ആ ലേഡി എന്നോട് പറഞ്ഞത്, നിൻ്റെ മകൻ്റെ അടുത്തുനിന്ന് 7 അലിഗേഷൻസാണ് നിനക്കെതിരെ വന്നിരിക്കുന്നത്. അത് എൻ്റെ മകൻ ക്ലാസ്സിലൊന്ന് ചെറുതായിട്ട് സങ്കടപ്പെട്ടിരുന്നപ്പം ക്ലാസ് ടീച്ചർ ചോദിച്ചു അവനോട് എന്താ പറ്റിയേ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഞാനൊന്ന് വഴക്കേ പറഞ്ഞോളൂ, മേത്ത് ടച്ച് ചെയ്തില്ലായിരുന്നു. പക്ഷേ അവൻ ക്ലാസ്സിൽ ചെന്നിരുന്ന് സങ്കടം കാണിച്ചപ്പം ടീച്ചർ ചോദിച്ച് കൊച്ച് പഴയ കാര്യങ്ങളും ഷൗട്ട് ചെയ്യുന്നു. അതൊക്കെ നമ്മുടെ കൺട്രിയിൽ അതൊന്നും പ്രശ്നമല്ല, പക്ഷേ അവിടെ അതെല്ലാം പ്രശ്നമാണ്. അവരെ ഷൗട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അതൊന്നും പാടില്ല. അവർക്കെല്ലാം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം, അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ 7 അലിഗേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വെണ്ണീറായി. അപ്പം ഞാൻ ആ ലേഡിയോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ വളർത്തുന്ന ഒരു മമ്മല്ല. അവർ തെറ്റ് ചെയ്താൽ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും അവരെ തല്ലാറില്ല, ശിക്ഷിക്കാറില്ല. അങ്ങനെ വേറെ കാര്യങ്ങൾ അവർക്ക് ഗെയിമൊക്കെ റെഡ്യൂസ് ചെയ്താണ് ചെയ്യാറ് എന്ന് പറഞ്ഞു. അവരത് സമ്മതിച്ചില്ല. അവരെന്നോട് പറഞ്ഞു, ഐ വിൽ ടേക്ക് കെയർ അബൌട്ട് ദിസ് കേസ്, 2-3 days ഐ വിൽ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തു. ഞാൻ ഈ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചത് അച്ഛൻ രാവിലെ ആ ഡെയിലി ബ്രെഡിൽ തന്ന ആ ഒരു കരുത്ത് മാത്രമായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ നിൻ്റെ പ്രതിസന്ധികളെല്ലാം തന്നെ മാറുമെന്ന് അച്ഛൻ ആ ഡെയിലി ബ്രെഡിൽ പറഞ്ഞത് മാത്രം ആണ് എനിക്കൊരു ബലമായിട്ടുണ്ടായിരുന്നത്. 3 ദിവസത്തിന് ശേഷം അവർ എന്നെ വിളിച്ചു. അപ്പോൾ ലൂക്ക 12:12 പറയുന്നത് പോലെ നിനക്ക് പറയേണ്ടത് എന്തെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്നെ ഇപ്പോഴും അറിയില്ല ഞാൻ എന്താണ് ആ ലേഡിയോട് സംസാരിച്ചതെന്ന്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ വായിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് നിൽക്കേണ്ടത് ജയിലിലാണ്. പക്ഷേ എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ആ പ്രോബ്ലം 10 ദിവസം എന്നുള്ളത് ടൈം ഷോർട്ടനിങ് വന്ന് 3 ദിവസം കൊണ്ട് എനിക്ക് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയ പോലെ. ആ ലേഡി എന്നെ പിന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, റിൻസി, യു ആർ എ ഗുഡ് മം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഗോണ ഹേർട്ട് യുവർ ചിൽഡ്രൻ, സോ ഐ എം സൈനിങ് ഓഫ് ഫ്രം ദിസ് കേസ്. അങ്ങനെയാണ് പറഞ്ഞ്. ഇതിനെല്ലാം കാരണം എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ പൂർണ്ണ തെളിവാണെന്ന് ഞാൻ എവിടെയും പ്രഖ്യാപിക്കും. എപ്പോഴും എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമെന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ പത്രം എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പോകുന്നതിന് മുമ്പ് കുറച്ചൊക്കെ എൻ്റെ നാട്ടിൽ കൊടുത്തു. അതിനുശേഷം ഞാൻ പോയപ്പോൾ കൊണ്ടുപോയി അവിടെ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി അത് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഡെയിലി ബ്രെഡ് രാവിലെ 5:30 എണീറ്റ് കേട്ട് കഴിയുമ്പോൾ അത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് എപ്പോഴും കൈത്താങ്ങായിട്ട് നിൽക്കാനും അവരോട് മാതാവിനെക്കുറിച്ച് പറയാനും ഈശോയെക്കുറിച്ച് പറയുവാനും അവരെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ച് എല്ലാത്തിനും മാതാവും ഈശോയും കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ആദ്യമൊക്കെ ചിലപ്പം കുറച്ച് ഇങ്ങനെ ചെറിയ അശ്രദ്ധകളൊക്കെ വരും. ഇൻ ബിറ്റ്വീൻ
ഹോളി മാസ്. പക്ഷേ ഇപ്പം ഏറ്റവും സജീവമായിട്ട് എൻ്റെ ഈശോയും ഞാനും മാത്രമായിട്ടുള്ളൊരു സമയമാണ് എൻ്റെ കുർബാനയുടെ സമയങ്ങൾ. എനിക്കത് തികഞ്ഞ സന്തോഷത്തോടു കൂടെ ഈശോയുടെ സ്നേഹത്തെ അനുഭവിക്കാനായിട്ട് കിട്ടുന്ന അവസരമായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കുമ്പസാരം UK ആയതുകൊണ്ട് ഈ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പോയി കുമ്പസാരിക്കുന്നത് സെയിം അച്ഛൻ്റെ അടുത്ത് തന്നെയല്ലേ. ആ ഒരു കൺസെപ്റ്റ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ചെന്ന് കുമ്പസാരിക്കാനായിട്ട്. പക്ഷേ ഇപ്പം അങ്ങനെയുള്ള മടിയും കാര്യങ്ങളൊന്നുമില്ല. 2 ആഴ്ച കൂടുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. കാരണം നമ്മുടെ ഇടവക പള്ളികളിൽ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അത് ആരും അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ UK എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെ കുർബാനയ്ക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ 2 ആഴ്ച കൂടുമ്പോൾ ചെന്ന് കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളറിയുന്നവർ തന്നെ ഇവളെന്തോരം പാപം ചെയ്തിട്ട് വേണം ഈ 2 ആഴ്ച കുമ്പസാരിക്കാൻ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു ഷെയിമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഷെയിമൊന്നുമില്ല. എൻ്റെ ഈശോയുടെ അടുത്ത് കൂടുതൽ അടുക്കാനായിട്ട് കുമ്പസാരം എപ്പോഴും 2 ആഴ്ച തന്നെ അതിന് ഉള്ളിൽ നടത്തുവാണെങ്കിൽ അത്രയും സന്തോഷമാണ് എനിക്ക്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ മാസവും എൻ്റെ അമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ അടുത്തേക്കൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ട് ഓരോ ഫാമിലീസിന് കുറച്ച് പൈസകൾ അയച്ചു കൊടുക്കും. അതുപോലെ അവിടെ എൻ്റെ ക്ലോത്ത്സ് ആണെങ്കിലും ഞങ്ങളുടെ പിള്ളേരുടെയൊക്കെ ആണെങ്കിലും ക്ലോത്ത്സ്, അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ ചാരിറ്റി ഫണ്ട് അങ്ങനെ ഓരോ ഇതുകളിൽ ചാരിറ്റി ആയിട്ട് ചെയ്യും. അതുപോലെ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന കാരുണ്യപ്രവർത്തികൾ, അതായത് വയസ്സായ അപ്പച്ചനും അമ്മച്ചിമാരെയൊക്കെ കാണുമ്പം അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്, അതുപോലെ മലയാളീസ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ചെന്നേക്കുന്ന ആളുകളാണെങ്കിലും ഒത്തിരി പേര് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പിള്ളേരെ ആരുടെ അടുത്തും ആക്കാനൊന്നും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കി കൊടുത്തും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന മുമ്പേ എല്ലാ ദിവസവും എത്തിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഇപ്പം കൊന്ത ചെല്ലുമ്പോൾ അത് ഓരോ രഹസ്യവും ഇവർക്കാണെങ്കിലും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങി. അതുപോലെ ദിവ്യബലി ഞാൻ പറഞ്ഞു. പിന്നെ ബൈബിൾ വായന മുമ്പ് ഞാൻ ഒരിക്കലും അങ്ങനെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ബൈബിൾ വായന അല്ലാതെ ബൈബിൾ വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഉടമ്പടിയിലായി കഴിഞ്ഞേ പിന്നെ എനിക്ക് കിട്ടണ ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടത് വെച്ച് ഞാൻ ബൈബിൾ വായിച്ച് എല്ലാ നേരവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചാർജ് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ ഇത് എന്തുട്ടാ ഈ മൊബൈലിൽ എടുക്കണേന്ന് ചോദിക്കും. പക്ഷേ കൂടുതലും ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് എൻ്റെ ഡ്യൂട്ടി പ്ലേസിൽ ഇൻ ബിറ്റ്വീൻ ടൈം കിട്ടുമ്പോൾ. മോർണിംഗ് ഞാൻ നൈറ്റ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് ചെന്നിരിക്കുമ്പോഴാണ് കൂടുതൽ സമയം എനിക്ക് കിട്ടുക ബൈബിൾ വായിക്കാൻ. അപ്പോൾ ഞാൻ അതെല്ലാം ഉപയോഗിക്കുകയും അങ്ങനെ ബൈബിൾ റീഡിങ്ങും പേഴ്സണൽ പ്രെയറിനൊക്കെ സമയം കണ്ടെത്തി നല്ല ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം കഴിവതും ലൈവായിട്ട് തന്നെ കൂടാനാണ് ഞാൻ ശ്രദ്ധിക്കാറ്. കാരണം നൈറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സമയവും ഇവിടുത്തെ സമയവും കുറച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് എനിക്കത് സാധിക്കാറുണ്ട്. അമ്മ മാതാവ് എനിക്കതിന് സാഹചര്യങ്ങൾ ഒരുക്കി തരാറുമുണ്ട്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈവായിട്ട് എനിക്കത് കൂടാൻ സാധിക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചകളും എനിക്ക് നൈറ്റാണ്. അപ്പോൾ ചൊവ്വാഴ്ച മോർണിംഗ് എനിക്ക് എന്തായാലും അച്ഛൻ്റെ ലൈവ് ധ്യാനം കൂടാനായിട്ട് സാധിക്കുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലും ഉള്ള വളർച്ചകൾ. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇനിയും ഈ ഉടമ്പടി ജീവിതത്തിൽ സന്തോഷമായിട്ട് പൂർണ്ണതയോടെ ജീവിക്കാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-4 വചനമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ
കൃപാസനം ഉടമ്പടി എടുത്ത് 12-ാം തീയതിയാണ് മെയ് 12 ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് മകനെ കുളിപ്പിച്ചത്. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യമാണ് ലഭിച്ചത്. ആ മകൾ പറഞ്ഞു കഴിഞ്ഞു എത്രയെത്ര ബുദ്ധിമുട്ടുകളാണ് കണ്ണുനീരോട് കൂടിയാണ് ഈ മകൾ പ്രാർത്ഥിച്ചതെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. വേദനയോടെ ഓരോ ദിവസം കടന്നു നീക്കുമ്പോഴും ഈ മകൻ്റെ കാര്യത്തെ ഓർത്ത് വിഷമിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടെ വിശ്വാസ പ്രമാണിച്ചിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഈ മകൾ പറയുന്നത് ആ 8 വർഷമായ സമയച്ചുരുക്കത്തിന് ആ ഉടമ്പടിയിൽ എടുത്ത ഉടനെ തന്നെയാണ് 7 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ആ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുള്ള കാര്യം ഈ മകളുടെ UK ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. ഈ 2 എക്സാമിലും പരിശുദ്ധ അമ്മയുടെ ഒരു കൃപയുണ്ട്. ഈ മകൾ പറയുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ്. കാരണം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോയപ്പോഴാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് 3 പ്രാവശ്യം എഴുതിയിരുന്നു, പക്ഷെങ്കിൽ ഫലമുണ്ടായില്ല. ഉടമ്പടി എടുത്ത ശേഷം എഴുതിയ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് പാസ്സാകാൻ സാധിച്ചത് അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 3 പ്രാവശ്യം എഴുതിയപ്പോൾ ആ തിയറി എക്സാം പാസ്സാകേണ്ടതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം അത് പാസ്സായെങ്കിൽ അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് മെറിറ്റ് ഇല്ലാത്ത സമയത്ത് മെറിറ്റ് നൽകുന്ന, നമുക്ക് കഴിവ് നൽകുന്ന, നമുക്ക് ശക്തി നൽകുന്ന ഒരമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലമൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് എത്ര കഴിവില്ലേലും നമുക്ക് കഴിവ് നൽകുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോഴും ആ എക്സാമിനെ ചോദിച്ച് പാസ്സാകുമോ എന്ന് കോൺഫിഡൻസോട് കൂടി പാസ്സാകുമെന്ന് പറയാൻ സാധിച്ചെങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യമാണ്. ഇപ്രാവശ്യം ഞാൻ പാസ്സാകുമെന്ന് പറയുമെങ്കിൽ അത് അമ്മയുടെ കൃപ, ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൂടെയുള്ളത് കൊണ്ട് തന്നെയാണ് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പാസ്സാകുമെന്ന് പറയുവാൻ സാധിക്കുന്നത്. നമുക്ക് മെറിറ്റില്ലാത്ത സമയത്തെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ നമുക്കെല്ലാം ആ സാന്നിധ്യം കൂടിയുള്ളപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളാണ് നാം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ആ ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുമുള്ളവെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയാണ് ആ ദൈവത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. അമ്മയോടുകൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. 2 രാജാക്കന്മാർ 2 കിങ്സ് 25 പറയുന്നത് പോലെ ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്നാണ്. ആ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ രോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മെ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലോട് കൂടി ചേർന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അതുപോലെ തന്നെയാണ് ഈ മകൾ പറഞ്ഞ 10 ദിവസത്തിനുള്ളിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരുമെന്ന് ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറഞ്ഞ ആ വചനം തന്നെയാണ് ക്ലേശകാലത്ത് കൂടെ നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതും 7 അലിഗേഷൻസ് കൂടെയുള്ളപ്പോൾ അതിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് 3 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും സെറ്റിലാക്കാൻ, എല്ലാ മാറ്റേഴ്സ് എല്ലാം സോൾവ് ആക്കാൻ സാധിച്ചത്. ആ ദൈവകൃപ നിറഞ്ഞ ആ ഉടമ്പടി ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലും ആ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തനവും ആത്മീയ ജീവിതവും മുന്നോട്ട് നയിക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ ആ ഭയപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലാണ്. നമ്മൾ ഉടമ്പടിയിലുള്ളപ്പോൾ ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. റിൻസി ജോസഫിൻ്റെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.